അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത നിർമ്മാണത്തിന് വീണ്ടും ജീവൻ വയ്ക്കുന്നു. പദ്ധതിയുടെ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽപാത കടന്നുപോകേണ്ട പ്രദേശങ്ങളിൽ ശുചീകരണ ജോലികൾ നടത്തി. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത നിർമ്മാണത്തിന് വീണ്ടും ജീവൻ വയ്ക്കുന്നു. പദ്ധതിയുടെ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽപാത കടന്നുപോകേണ്ട പ്രദേശങ്ങളിൽ ശുചീകരണ ജോലികൾ നടത്തി. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്ന റെയിൽവേ ഭൂമിയാണ് ഇപ്പോൾ വൃത്തിയാക്കിയത്. സംസ്ഥാനത്തിന്റെ കൈത്താങ്ങ് പദ്ധതി ചെലവിന്റെ 50% ഏകദേശം 1900 കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചതോടെയാണ് ശബരി പാതയ്ക്ക് പുതിയ വേഗത കൈവന്നത്. കിഫ്ബി വഴി ഇതിനായുള്ള ഫണ്ട് അനുവദിക്കുകയും നിലച്ചുപോയ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുനരാരംഭിക്കുകയും ചെയ്തു. കാലടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാടുപിടിച്ചു കിടക്കുന്ന റെയിൽവേ ട്രാക്ക് ഭൂമി വൃത്തിയാക്കുന്നത് പ്രദേശവാസികൾക്കും വലിയ ആശ്വാസമാണ്. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത എന്നുള്ള ഒരു പദ്ധതി വന്നത് 30 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എത്രയോ തർക്കങ്ങൾ. 111 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ റെയിൽപാതയുടെ ആകെ 8 കിലോമീറ്ററാണ് 90% പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ കാലടി ശബരി മേൽപ്പാലവുമെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അതിനപ്പുറം എറണാകുളം ജില്ലയുടെ അപ്പുറത്തുള്ള ഭാഗത്ത്, കോട്ടയം ജില്ലയുടെയൊക്കെ ഭാഗത്ത് ഇനിയും ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. നീണ്ട നിയമയുദ്ധങ്ങൾക്കിടയിൽ 2 ആഴ്ച മുമ്പ് ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജിയിൽ അന്തിമ വിധി വന്നപ്പോഴാണ് ഞങ്ങൾ കാത്തിരുന്ന ഈ വലിയ ഒരു മാറ്റം ഉണ്ടായത്. 3800 കോടി രൂപ ഇനി ആകെ ചിലവ് വരുന്ന പദ്ധതിയിൽ 50% സംസ്ഥാനം വഹിക്കണം എന്ന ഒരു പ്രത്യേക നിയമമാണ് ഏറെ തടസ്സമായത്. ഇപ്പോൾ കേരള ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി 1800 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഈ റെയിൽവേ വികസനത്തിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കൈമാറാം എന്നുള്ള ആ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഈ നാട്ടുകാരും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതോടൊപ്പം തന്നെ ശബരിപാത യാഥാർത്ഥ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ശബരിമല തീർത്ഥാടകരുമെല്ലാം ഹർഷാർവത്തിലാണ്. എന്തായാലും ആ വിധി, അതിൽ കൊടുത്ത സത്യവാങ്മൂലം രാജ്യത്ത് പുതിയ ഒരു വൈരുദ്ധ്യമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. റെയിൽവേ വികസനത്തിനൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആദ്യമായിട്ടാണ് 50% വഹിക്കേണ്ടി വന്നത്. എങ്കിൽ പോലും വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ നാട്ടിൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി, മയക്കുമരുന്ന് ലോബികളുടെ താവളമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ മാറിയിരുന്നു. കാട് പിടിച്ചു കിടന്ന ഈ മേഖലയിൽ ഇഴജന്തുക്കളും മറ്റ് ക്ഷുദ്രജീവികളുമാണ്. ഒറ്റപ്പെട്ട് ആരാധനാലയത്തിൽ പോകാൻ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ കഴിഞ്ഞിരുന്നില്ല. തെരുവ് നായ്ക്കളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ് ഇവിടം. എല്ലാം മാറി ഇപ്പോൾ ഹിറ്റാച്ചിയൊക്കെ പണിയുന്നുണ്ട്. വളരെ വൃത്തിയായിട്ട് നടക്കുന്നു. വർഷങ്ങളായി കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം ഈ മേഖലയിൽ രൂക്ഷമായിരുന്നു.